ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ നമ്മളെ റെസിപ്പി നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. നിങ്ങൾക്ക് ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. നമ്മൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കുന്നത് പച്ചരിയും മുതിരയൊക്കെ വെച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോയാലോ. അതിനായി ഞാനൊരു കപ്പ് മുതിര 2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തെടുത്ത് കഴുകിയതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരു വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യണത്. നമ്മൾ വെള്ളത്തിൽ കുതിർത്തെടുക്കാതെയാണ് മുതിര ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് 2 or 3 വിസിൽ വേണ്ടി വരും കേട്ടോ. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ച് അടുപ്പിലേക്ക് മാറ്റാം. പിന്നെ നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഒരു വിസിൽ വന്നതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് 10 മിനിറ്റിന് ശേഷമാണ് കേട്ടോ തുറന്ന് നോക്കുന്നത്. മുതിര നമുക്ക് നല്ല കറക്റ്റായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പച്ചരി ചേർത്ത് കൊടുത്ത് വേവിച്ചെടുക്കാൻ കേട്ടോ വേണ്ടത്. അതിനായി ഞാൻ 1 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. നമ്മൾ 1 കപ്പ് മുതിര എടുക്കുമ്പോൾ 1 കപ്പ് പച്ചരി തന്നെ എടുക്കുക കേട്ടോ. നന്നായിട്ട് കഴുകിയെടുത്ത പച്ചരി ഞാൻ വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം മുതിരയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഞാനിതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയതും 2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. നമ്മളിതിലേക്കുള്ള വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് കൊടുത്ത് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് കുക്കർ അടച്ച് വെച്ച് അടുപ്പിലേക്ക് മാറ്റാം. അടുപ്പിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് 2 വിസിൽ കഴിഞ്ഞ് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മളിതിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ഇതിൻ്റെ പ്രഷർ മുഴുവൻ പോയതിന് ശേഷം മാത്രമാണ് കേട്ടോ തുറക്കുന്നത്. എന്നാലേ നമ്മുടെ അരിയും മുതിരയൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് കിട്ടുള്ളൂ. അങ്ങനെ ഇതിൻ്റെ പ്രഷറൊക്കെ പോയതിന് ശേഷം ഞാനിതൊന്ന് തുറന്നു നോക്കിയിട്ടുണ്ട്. നമ്മുടെ മുതിരയും അരിയൊക്കെ നല്ല കറക്റ്റായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ ഞാനിത് നല്ലോണം ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചെറിയുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചെടുത്തത് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ വേണ്ടത്. അതിനായി ഞാൻ ഉള്ളി മൂപ്പിച്ചെടുക്കാനുള്ള പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ചധികം വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുത്ത് ചെറിയുള്ളി ചേർത്ത് കൊടുക്കുകയാണ്. ചെറിയുള്ളി ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചധികം തന്നെ എടുക്കുക കേട്ടോ. എന്നാലേ നമ്മുടെ മുതിരച്ചോറിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അങ്ങനെ ചെറിയുള്ളി ഇട്ട് ജസ്റ്റ് ഒന്ന് കളറ് മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക. കറിവേപ്പില ചേർത്ത് കൊടുത്ത് നമുക്ക് കുക്കറിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക. ഉള്ളിയും വറ്റൽമുളകൊക്കെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ശേഷം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമുക്ക് വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് ഈ മഴക്കാലങ്ങളിലൊക്കെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയല്ലേ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പണ്ട് കാലങ്ങളിൽ നമ്മുടെ ഉമ്മമാരൊക്കെ മഴക്കാലങ്ങളിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന മെയിനായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണിട്ടത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നമ്മുടെ മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് ആവട്ടത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയൊരു റെസിപ്പി വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.